ഹായ്, മാളൂസിന്റെ പുതിയ എപ്പിസോഡേക്ക് പറ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഏത് ദിവസമാണ് കേക്ക് മുറിക്കണം? എന്തിന്റെ കേക്ക് മുറിക്കണം? ഉറങ്ങാൻ പോണാ? നേരം വെളുത്തിട്ടല്ലേ ഉള്ളു, ഉറങ്ങിയിട്ടല്ലേ ഉള്ളു. ഇവരിന്ന് പറമ്പിൽ ഫുള്ള് വെള്ളം ആണ്, മഴ പെയ്തിട്ട്. മൂന്നാമത്തെ ദിവസം അടുപ്പിച്ച് പഠിപ്പില്ല. ഒഴുകിപ്പോണ കാണാനായിട്ടില്ല. മുറ്റം ഒക്കെ ആകെ വൃത്തിയേടായി കിടക്കുന്നു. വെള്ളത്തിൽ നിന്ന് കയറിക്കോട്ടെ രണ്ടാളും. ഇവർ രണ്ടാൾക്കും വെള്ളത്തിൽ കളിക്കൽ ഇത്തിരി കൂടുതൽ. കണ്ണ് തെറ്റിയപ്പ എന്താ സന്തോഷം. മതി മതി മതി, ഇനി മതി, പനി പിടിക്കും. ഇവിടെ ഫുള്ള് കാട് കണ്ട, മഴയത്തും കാറ്റത്തും മാവിന്റെ കൊമ്പൊടിഞ്ഞ് വീണ്. അയ്യോ, അതിൽ പാഷൻ ഫ്രൂട്ട് പടർന്നിട്ടുണ്ടായിരുന്നേ, അത് മൊത്തം. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. കണ്ടാ, എനിക്ക് 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 വാ, പല്ലേച്ചിട്ട് ശരിക്കും മുഖം കഴിയിട്ടില്ലല്ലോ. ബീച്ചിൽ പോണ പോലെ കണ്ടാ. ഇവിടെ ഒരു ഏറുമാടം കണ്ട, സ്മാരകമായി കിടക്കും. കുട്ടികൾക്ക് കളിക്കാനുണ്ടാക്കിയ ഏറുമാടാണ്. 2-3 കൊല്ലം കഴിഞ്ഞ് ഇത് പാകം നശിച്ച അവസ്ഥയിലാണ്. നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേടിലൊഴുകി പോകും. ഇതില്ല കൂടി കഴിഞ്ഞ ഇത് തോട്ടിലേക്ക് പോവും. അതിന് മതി, കയറിക്കോ. നമുക്ക് ചായ കുടിക്കണ്ടേ? ഇത് കൂടി ആ കേട്ടാ, എല്ലാരും കേട്ട്. ചോട്ട് വിളിച്ചത് എല്ലാരും കേട്ട്. വാങ്ങിയോട്ട് അമ്മനെ പൊടി വിളിച്ചൂലേ. കിട്ടിക്കോളൂ, ഒന്ന് കിട്ടിക്കോളൂ. നോക്കിയേ, ആ കണ്ടേ പോണ നോക്കി പോണണ്ട. ആ തോട്ടിലോട്ട് വയ്ക്കോ. പാമ്പ് പിടിക്കട്ടെ, പാമ്പ്. ആ ഇവിടെ നിന്നോ, ഞങ്ങള് പോണു. ചോട്ടൂനെ അയാളൊന്ന് പിടിച്ചിട്ട് ചായ കുടിക്കണ്ടേ? ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഗോതമ്പ് പുട്ടും റോബസ്റ്റ് പഴവുമാണ് ചായക്ക്. പുട്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കി കഴിയാറായി. നോക്കിയേ, ഒരാള് വീഡിയോ കാണില്ലാണ്. വല്ലതും പറയാനുണ്ടോ? ഹലോ മാഡം, ചായ കുടിക്കണ്ടേ? വാ, എണീക്ക് എണീക്ക്, ചായ കുടിക്കാൻ വായോ. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയാണ്, ഭയങ്കര ഇരുട്ട്. വാ, ചായ കുടിക്കാൻ വായോ. ഞാൻ എല്ലാവർക്കും ചായ കൊടുക്കട്ടെ കേട്ടോ. അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ ചായ കുടിക്കും. ചായ കുടിക്കണൊക്കെ കാണിക്കണ്ടേ? പിന്നെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ ഭാര്യ തരണുണ്ടെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. അല്ലെങ്കിൽ പറയേ ഞാനൊന്നും തരണില്ല. കഴിക്കണം കൂടി കാണിച്ചോ? കഴിക്കൂ ചേട്ടാ. ഇവിടെ ആൾക്കാരൊക്കെ അത് നടത്തിരിക്കുന്ന ആൾക്കാർ. പോണു. ഇത് ലോകം മുഴുവനും നടന്നിട്ട് തിന്ന. ഇവൾക്ക് വാരിക്കൊടുക്കണത് ഇഷ്ടമല്ല ചോട്ടുവിന്. ചോട്ടു സ്വയം കഴിക്കും.
സ്വയം കഴിക്കില്ലേ? നല്ല കുട്ടിയല്ലേ? അന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്ക്. കാണിച്ചെടുക്ക്, ഗൈസിനെ കാണിച്ചെടുക്ക്. ഹലോ ഗൈസ്, ചേട്ട് ഭക്ഷണം കഴിക്കുന്ന കണ്ട്. വാ ഇവിടെ വന്നിരിക്ക്. ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. ചാച്ചമ്മ ഇവിടെ ഇരിക്ക്. നാളെ ഫുൾ ടൈം ഇപ്പം വീഡിയോ കാണലാണ്. വീഡിയോ കണ്ടിട്ടിരുന്ന് കാണുള്ളൂ. എന്ത് കഷ്ടമാണ്. ഇനി ഞാൻ ചായ കുടിക്കട്ടെ. കഴിക്കുന്നുണ്ട്. വല്ലതും പറയാനുണ്ടോ താങ്കൾക്ക്? എന്തെങ്കിലും പ്രേക്ഷകരോട്? പിന്നെ എന്നിട്ട് തിന്നുന്നുണ്ടല്ലോ, കണ്ടാ തോന്നുമല്ലോ രസമില്ല. കഴിക്കല് കണ്ടെങ്കിൽ തോന്നൂല കേട്ടോ രസമില്ലാന്ന്. ആ നന്നായി. എന്തെങ്കിലും പറയീഷ്. പുട്ടും പഴവും അങ്ങനെയുണ്ട്. അത് പറയാണ്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കൂല. അത് അറിഞ്ഞാ മതി. ഇനി ഞങ്ങള് ചായ കുടിച്ചിട്ടിന്ന് പേരൊക്കെ അടിച്ചൊന്ന് തുടക്കിയൊക്കെ വേണം. എന്നിട്ട് വേണം ഉച്ചക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാൻ. ഡയറ്റ് കൂടി വരണം. മഴ പെയ്യാൻ പോകുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, ഓൾറെഡി തുടങ്ങി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പെരയൊക്കെ അടിച്ച് തുടച്ച് മാറാലയൊക്കെ കളഞ്ഞ് ഒരു അച്ചമ്മയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി അച്ചമ്മ മോളോടെ ഇരിക്കും തിന്നുന്നു. മഴ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യാൻ പോകുന്നുള്ളൂ. ഇന്ന് തുറന്നു. അകത്തേക്കുമ്പോൾ ഭയങ്കരമായിട്ട് പെയ്യണ പോലെ തോന്നും. ഇരുട്ട് കുത്തി നിൽക്കണം. ഒരു രക്ഷയില്ലല്ലോ. മഴക്കാരമൊക്കെ നല്ല മഴക്കാരം. റാണി ചേച്ചിയുടെ വീടാണ് കേട്ടോ. ആ തൊട്ടടുത്തെന്ന് പറയാൻ നേരെ ഓപ്പോസിറ്റ് ഈ വീടും പിന്നെ അതേ ഈ വീടും. ഇതാണ് ഇല്ലേട്ടൻ്റെ വീട്. പിന്നെ അപ്പുറം ഞങ്ങളുടെ തറവാടുണ്ട്. ഇവിടെ അടുക്കളയിൽ നിന്ന് ഞാൻ കാണാൻ പറ്റും. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ടാണ് വീടുകളൊക്കെ. പിന്നെ ഉച്ചക്ക് കൊഴുവതിൻ്റെ ഇടയിൽ മീൻകാരൻ വന്നിട്ട് മീൻ മേടിച്ചിട്ടുണ്ട്. ഏതാണ് തറവാട്. ഇവിടുന്ന് അടുക്കളയിൽ എന്നാൽ അവിടുത്തെ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ കാണാം. കൊഴുവയാണ് മേടിച്ചത്, നത്തോലി. ഇതിനി കറി വെക്കണം. മോര് കറിയുമുണ്ട്. ചോറ് ഇറക്കി വെച്ചു. കൊതുക് എന്നാലും ഞാൻ ഒരു കൊതുകിൽ കത്തിച്ച് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നന്നാക്കട്ടെ കേട്ടോ. നന്നാക്കിയിട്ട് കറി വെക്കുന്ന കാണിച്ചു തരാം. നത്തോലി നന്നാക്കിയത് ഞാൻ 2 സെക്ഷനാക്കി. കുറച്ച് വറുക്കാനും പിന്നെ കറി വെക്കാം. വറുക്കുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ വറുക്കണം. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇപ്പോൾ തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ വറുത്ത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ചേർക്കും. പിന്നെ മീൻകറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് സാധാരണ. കൊഴുവിൽ തേങ്ങ നിറയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോണേല്. അധികം വേണ്ട, കുറച്ച് വേണ്ട. അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അരക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. തേങ്ങ അരച്ചു, പൊടികളെല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ചു. ഇനി അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞിടാം. പിന്നെ കുടപ്പുളി ഇട്ടിട്ട് തിളപ്പിക്കാം. ഞാൻ അരിയിട്ടാ. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ചാറ് തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിടാം, മീനിടാം. അപ്പോഴേക്കും നമുക്ക് ആ ഒപ്പം തന്നെ മീൻ വറക്കാനായിട്ട് ചട്ടി എടുക്കാം. മീൻ വറക്കാൻ ചട്ടി വെച്ചു.
ഇത് മൂടി വെച്ചെടുക്കാം. ഇത് നടക്കട്ടെ. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, മസാല തട്ടി വെച്ച മീനിലേക്കിടാം. ഇതിങ്ങനെ പൊടിയാണ്ടൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ. സംഭവം എന്താ വെച്ചത് പൊടിയും കൊഴുകയാണ്. അതെ വന്നു. ഈ കുട്ടിക്ക് ഉടുപ്പിടുന്നത് ഇഷ്ടമല്ല, രണ്ട് കരയുന്നു. നല്ല കുട്ടികൾ ഉടുപ്പിടില്ലേ? ഇന്ന് 2 കുളി കഴിഞ്ഞു ഉച്ചയായപ്പോഴത്തേക്കും. ഈ തണുപ്പത്ത് ആരെങ്കിലും ഇങ്ങനെ കുളിക്കുമോ ചോട്ടല്ലാണ്ട്? അയ്യേ, ഇത് മസാല വരട്ടിയൊക്കെ ഇത് നക്കാൻ പാടില്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാൻ നക്കാൻ. ഇത് കൈ കഴിയട്ടെ. ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇതിങ്ങനെ വറക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ആദ്യം ഇഷ്ടമാണ് കമന്റ് ചെയ്യാ. ചോറും കേക്കും ഇതൊന്നും എടുത്തോട്ടെ. ചോറും കേക്കും പിന്നെ മീൻ വറുത്തതോ? അതൊരു കോമ്പിനേഷനില്ലല്ലോ. എന്താണ് ഉദ്ദേശിച്ചത്? ഇത് വറുത്ത് കഴിഞ്ഞിട്ടേ, ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, കുറച്ച് നാളികേരം ഉണ്ട്, അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുമന്നുള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് അവസാനം അതൊന്നും മൂപ്പിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കോട്ടാ. അതാണ് ഞാൻ പറഞ്ഞ അവസാനം ചേർക്കുന്ന സാധനം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മൊരിയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുത്തായിരുന്നു. നമ്മുടെ മീൻ കറി തിളക്കുന്നുണ്ട്. ചാറ് നല്ല പോലെ തിളക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഈ സമയത്ത്. ഉപ്പൊന്നും മനസ്സിലാവുന്നില്ല. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. മീനും കൂടി ഇടാം. ഞാനപ്പോഴേ ആ തേങ്ങ നോക്കിയേ, അതെല്ലാം ഞാൻ ചതച്ചെടുത്തു. എന്നിട്ട് ഇവിടെയൊക്കെ ക്ലീനാക്കി വെച്ചു. ഇനി ഇതിലേക്ക് മീൻ നമുക്കിടാം. ഈ മീനിനൊന്നും അധികം ചാറ് വെക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നല്ലോണം ചാറ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചാറൊക്കെ വെക്കുന്നത്. ചാറില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു. പ്രശ്നേ, കൊഴുവയ്ക്കൊന്നും അധികം ചാറ് വെക്കില്ല ആരും. ഓ ഭയങ്കര സ്നേഹം. ഇപ്പം തന്നെ നല്ലൂടെ ഉണ്ടായിരുന്നല്ലോ. മാറിയത് തരാന്ന് അത് വറുത്ത് കഴിയട്ടെ. അങ്ങനെ മീൻകറി ഏകദേശം ഇനി നല്ലോണം തിളച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങും. ഇനി മൂടി വെക്കില്ല കേട്ടോ. അപ്പം ഇന്നലത്തെ മോര് കറി ഉണ്ട് കേട്ടോ. ഉണ്ടാ, അതൊന്ന് ചൂടാക്കണം. കുറച്ച് നേരം ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടോ. നോക്കൂ, മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെക്ഷൻ 2 സെക്ഷനായിട്ട് ഇടാനുള്ളതുള്ളൂ. ശരിക്കും മോര് കറി ഇത് മാത്രം മതി. ഇന്നിതേ ഓടുള്ളൂ. മീൻ കറി അവിടെ ഇരുന്നോട്ടെ, നാളേക്ക് എടുക്കാമല്ലോ ഇന്നെടുത്തില്ലെങ്കിൽ. രണ്ടാമത്തെ സെക്ഷൻ കിട്ടും. നല്ല ഫ്രഷ് കൊഴുവേൻ കേട്ടോ. കൊഴുവേനും മത്തോടിനൊക്കെ കൂടെ പറയും, ചൂടാന്ന് പറയും. പക്ഷെ നല്ല ഫ്രഷിനുണ്ട്, നല്ല ഫ്രഷ്.
ഐസ് ഇടാത്തതാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്തിട്ട്. നമുക്ക് വറുക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതൊക്കെ പെട്ടെന്ന് കുറച്ച് പഴകിയതാണെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പൗ സ്മെല്ല് വരും. ഇതൊന്നുമില്ല, നല്ല ഫ്രഷാണ്, വറുത്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നല്ലോണം വറ്റട്ടെ, എന്നിട്ട് ഇളക്കാൻ പറ്റില്ല. എന്ത് വേണം? പ്ലേറ്റ് ആയിട്ട് നിൽക്കണം. എന്തിനാ നക്കല്ല? അതിലൊന്നുമില്ലല്ലോ. എന്തിട്ടാ വേണ്ടേ? പറയും, ചോദിച്ചാൽ തരാം, അല്ലാണ്ട് തരില്ല. പറയേ, എന്ത് വേണം? മീൻ വറുത്തതാ? പറയത് മീൻ വറുത്തത് തരൂ അമ്മേ പ്ലീസ് എന്ന് പറയൂലേ? പറയൂലേ? കണ്ടാ അന്ന് തരൂല. ചോദിക്കുന്ന ആൾക്ക് മാത്രം തരുള്ളൂ. ആര് ചോദിക്കുന്നു? കണ്ട, ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള അഭിമാനം അനുവദിക്കണല്ല. എന്നാ ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇപ്പൊ എന്നാ രണ്ടാളും ടേസ്റ്റ് ചെയ്തോ പോയിട്ട്. എന്നാ ആ കച്ചറയിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ചോട്ടൂർ തരേണ്ടതല്ല. മുള്ളു നോക്കണം കേട്ടാ. കടിച്ച് ചടിച്ച് തിന്നോ. ടേസ്റ്റ് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. മുഴുവനായിട്ടില്ലല്ല, ഇനി ചെയ്യാനുണ്ടല്ലോ. അതിൽ കുറച്ചും കൂടി പണിയുണ്ട്. സൂപ്പർ. ഇതങ്ങനെ പൊടിയുന്നില്ല. അതിനർത്ഥം തന്നെ ഫ്രഷാണെന്നാണ്. ഒരു തരി അളവ് വയ്ക്കുക, വറുക്കുമ്പോൾ അത് ഉടഞ്ഞു പോകും. അത്യാവശ്യം നെയ്യും ഉണ്ട് കേട്ടോ. കറി ഇവിടെ പറ്റി വരുന്നു. കണ്ടോ, നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ. ഇനി അധികം ഇതാക്കാം. ഇത് വാങ്ങി വെച്ചിട്ട് തേങ്ങ ചൂടാക്കാം. ഒന്ന് മൊരിച്ചെടുക്കാം. ഇതിലേക്കിടാം. നല്ലോണം മൊരിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ഉണ്ട്, അതിന് ഒരു തരി ഉപ്പും കൂടി ഇടാം. ഈ മസാലയ്ക്കും ഇതൊരു പൊടി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ എണ്ണയിൽ തന്നെ ആകുമ്പോഴേ. മുരിഞ്ഞരട്ടെ. ഉപ്പ് ഞാൻ ഇട്ടിട്ട് ഒരു നുള്ളുപ്പിട്ടു വേണം, അല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവും. ചുമ്മാ ഇങ്ങനെ വറുത്താലും ടേസ്റ്റാണ്. പക്ഷെ ഇതൊരു വെറൈറ്റി അല്ലേ. ഞാൻ പല ഹോട്ടലുകളിലും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എക്സ്ട്രാ ഒരു പൊടി പോലെ ഇങ്ങനെ കൊടുക്കുന്നത്, ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ. അതിൽ ഇഞ്ചി ഉണ്ട്, ഇഞ്ചി ചതച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട്. അതിങ്ങനെ മുരിയണ മണം. അതാ മീൻ വറുത്ത എണ്ണയിലാവുമ്പോൾ ടേസ്റ്റ് കൂടും. കരിയരുത്. അല്ല, ഇതിങ്ങനെ വെതർ പോലെ ഇങ്ങനെ ട്രൈ ആയിട്ട് ഇങ്ങനെ ഇനി മതി. ഇനി നമുക്കിത് ഇതിലേക്ക് ഇടാം. നോക്കി ഞാൻ അതിലേക്ക് അത് ഇട്ടു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. മിക്സാവും.
സൂപ്പർ. അതുകൂടി ചെന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അടിപൊളി. ഇവിടെ ഇരുന്നോട്ടെ. മീൻകറിയുടെ അവസ്ഥ എന്തായാലും നോക്കാം. സൂപ്പർ. ഇനി ഇതിലേ കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് കുറവുണ്ട്. ഞാൻ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കണോണ്ടേ ഷെയ്ക്കാവുന്നുണ്ട് വീഡിയോ. സ്റ്റാൻഡ് ഇവിടെ പ്രശ്നമാണ്. സ്റ്റാൻഡിൽ ഇരിക്കണില്ല ഫോൺ. ഇപ്പോൾ ഓക്കെ. കറി റെഡിയായി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. വെളിച്ചെണ്ണ. വാവ്. ഇനി ഇത് മൂടിയേക്കാം. അവിടെ ഇരുന്നോട്ടെ. നമ്മൾ മോര് കറി ഒന്ന് ചൂടാക്കണം. മോര് കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് തള വരുമ്പോഴേക്കും ജസ്റ്റ് ചൂടാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ചൂടായി. ഇതേ ഈ മീൻ മാത്രമല്ല, ചെറിയ ചെമ്മീൻ, ചെറിയ ചെറിയ മീനുകൾ ഒക്കെ വറുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങ കൂടി ഒന്ന് വറുത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചാൽ എത്ര ടേസ്റ്റ് ഉണ്ടാവും. ചോട്ടൂന് മതിയാവണില്ല വെറുതെ തിന്നിട്ട്. തീർന്നോ എന്ന് പറഞ്ഞു. ചോറിന് കൊടുക്കണം. ചോറ് വെന്താണ്. അതും കൂടി ഊറ്റിയിട്ട് ചോറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തെ 3 ആൾക്ക് ചോറ് വിളമ്പിയിട്ടാണ്. മീൻ കറി വേണ്ടേ? കൂടുതലാ വേണ്ടേ? മോര് കറി വേണ്ടേ? നാളൂന് മീൻ കറിയും മീൻ വറുത്തത്. അത് കലക്കിണ്ട്. ചോട്ടന് മതിയില്ലേ? ചോട്ടന് എന്ത് വേണം? കറി വേണ്ടേ? പിന്നെന്ത് വേണം? മോര് കറി വേണ്ടേ? ആ ചോറ് വരെ. മീനിടട്ടെ? മീൻ വേണ്ട, ചോറ് മാത്രം മതിയാ? ആ ഇത് മീനല്ലേ. ചേട്ടാ 2 റോൾ എടുത്തോ. മുള്ളു നോക്കണം കേട്ടാ. ആ പോയി തിന്നോ. ഞാൻ അച്ചമ്മക്ക് നമുക്ക് മോര് കറിയൊക്കെ ഇഷ്ടം. അതൊരു സൈഡിൽ വയ്ക്കും. മീൻ വറുത്തതും. എന്നാ ചോറ് എവിടെ? താഴെ ഇരുന്നാണ് കഴിക്കണ? ആ എന്നാ ഇവിടെ ഇരുന്നോ. ഇവരുടെ സ്ഥലം ഇതാണ്. 3 ആളും. അതെ, ഈ ഫാനാണ് നല്ല കാറ്റ്. അപ്പം അതിൻ്റെ ചോദ്യം നീ മാത്രം തിന്നാ പോരട്ടാ. ചോറ് തിന്നണോട്ടോ. നോക്കിയേ, അതിന്റെ പകുതി ചോറിന് തിന്നണം കേട്ടോ. ചോട്ടൂര് ഇട്ട് കൊടുക്കണതിൻ്റെ പകുതി ഭാഗം കളയും. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ചോറിടും. അപ്പം അത്രയും ചോറെങ്കിലും തിന്നുമല്ല.
സൂപ്പർ. അമ്മ മീൻ വറുത്ത എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കിയേ. ഞാൻ തേങ്ങ ഇട്ട് വറുത്തതാ. മനസ്സിലെ തേങ്ങയുടെ ടേസ്റ്റ് വന്നപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ചിട്ട് നല്ല ഫ്രഷ് കൊഴുവേട്ടാ. ഫ്രഷ് കൊഴുവ. സൂപ്പർ സാധനം. ഇതാണ് ഉച്ചക്ക് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ വിശേഷം. ഇനി എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നു. ഇനി ചോറുണ്ണണം. വൈകിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. പാൻ കേക്ക് ഉണ്ടാക്കുന്നു. റോബസ്റ്റ് പഴം ഉണ്ട്, മുട്ടയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്. അത് ചെന്ന് പാൻ കേക്ക് ഇന്ന് വൈകുന്നേരം അത് തന്നെ. എൻ്റെ ഉള്ളിൽ മാളു ട്യൂഷന് പോകണം. അപ്പം അവരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും സമയം കുറച്ച് വൈകിട്ടാണ്. നമ്മുടെ ചോറ് കഴുകുന്നു. ട്യൂഷനാണ്ടേ അല്ല ഇന്ന് പറഞ്ഞതാണ്. ചോട്ടു ചോട്ടു എന്തിനാണ് എടുത്തത്? അവിടെ കൊണ്ടുവന്നിട്ട് ഹലോ പറ, ഹായ് പറ, പറയ്. വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കണതാണ്. ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് പറയണം. കൂട്ട് എന്നാ അതിലെന്താണ് എക്സ്ട്രാ ചെയ്തതെന്ന് പറ. ആ നാളികേരം ചതച്ചിട്ട് ടേസ്റ്റ് ഇല്ലേ? ഇവിടെ ഭയങ്കര പ്രശ്നമായി. ചോട്ടൂന് മതിയാവണില്ല. ആ രണ്ടാളും നല്ല ഫ്രഷ് കൊഴുവ. അതാണ് ഒട്ടും പൊടിയും. സാധാരണ കൊഴുവ ഇറക്കുമ്പോൾ പൊടിഞ്ഞു പോകാറുണ്ട്. ഒരു ചെറിയ ഉടവുണ്ടെങ്കിലും പൊടിയും. തീരെ അങ്ങനെ പൊടിഞ്ഞിട്ടില്ല. എന്നവർക്ക് ഞാനേ ചായക്ക് കടി രഞ്ജിത്ത് കൊണ്ടുവന്നതാ. പാൻ കേക്ക് ഉണ്ടാക്കാൻ പോകും. റോബസ്റ്റ് പഴമുണ്ട്, മുട്ടയുണ്ട്, പൊടികളൊക്കെ ഉണ്ട്. ഇത് പുതിയ പരീക്ഷണം. നമുക്കിപ്പോൾ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാം വൈകുന്നേരം ചായക്ക്. അപ്പം ഇന്ന് കുറച്ച് ഓട്സും പഴം, മുട്ട, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ മൈദപ്പൊടി ഗോതമ്പൊടി ആകാം. മൈദ ചേർക്കണോ? മൈദ ചേർക്കുക. കുറച്ച് ടേസ്റ്റി ആകും. ഹെൽത്തി അല്ല, എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഒന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു അളവിന് നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും ഒരു 2 സ്പൂൺ വലിയ സ്പൂണിന് ഓട്സ് എടുക്കാം. ഒരു സ്പൂൺ മൈദ എടുക്കാം. 2 മുട്ട, പഴം, പഞ്ചസാര ഒക്കെ ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോഴേ ഞാൻ ഈ കയ്യിലാണ് കേട്ടോ, ഈ കയ്യിലാണ് 2 കയ്യിലെടുക്കാൻ പോകുന്നത്. അങ്ങനെ അളന്നെടുക്കാം. സ്പൂണായോ തീരെ കുറച്ചായിരിക്കും. ഞാൻ അത് അടിച്ചെടുത്തിട്ടാ. ഒരു നുള്ളു ജീരകം കൂടി ഇട്ടപ്പോൾ മുട്ടയുടെ ആ ഫൗൾ സ്മെൽ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെ, ഒന്ന് പൊന്തി വരട്ടെ. ചെറുതായിട്ടൊന്ന് പൊന്തും. ഒരു അരമണിക്കൂർ സെറ്റാവും. എന്നിട്ട് നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടത് ആവി കയറ്റി എടുക്കണോ, അതോ ദോശ പോലെ പാൻ കേക്ക് ദോശ ചട്ടിയിൽ ഉണ്ടാക്കണോ, എന്ത് ചെയ്യണം? എളുപ്പം ഇപ്പം ഇഡ്ഡലി ചെമ്പൊക്കെ എടുക്കണ്ടേ, അല്ലെങ്കിൽ വേണ്ട, ദോശ പാനിൽ തന്നെ വെച്ചിട്ട് ശരിയാക്കാം. അപ്പോൾ ഇതിരുന്ന് പൊന്തട്ടേട്ടാ. ഇപ്പോഴേ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ ഞാനൊരു പാൻ കേക്ക് തന്നെ ഉണ്ടാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് പാൻ വെക്കും. പാൻ വെച്ചു. ഞാനിപ്പോൾ ഇതിൽ നെയ്യാണ് ഒഴിക്കുന്നത്.
നെയ്യ് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഒരു തവി എടുക്കാം. നല്ല കട്ടിയുണ്ട്. നമുക്ക് ഹോള് വന്നു. കുറച്ച് കാന്തി, കുറച്ച് നെയ്യ് ഇങ്ങനെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേ മധുരത്തിന്. വാ നല്ല ഇതായി. പഞ്ചസാര ചേർത്തോണ്ടാന്ന് തോന്നുന്നു കളർ പെട്ടെന്ന് ഇതായത്. ഇത് സിമ്മിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇത്തിരി ചൂട് കൂടിപ്പോയി, അതാണ് ആ കളറ്. കുഴപ്പമില്ല, നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ്. ഉണ്ടോ? വാവ്. പിന്നെ ഇത് ഓട്സ് ആയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്, കുറച്ച് വഴുവഴുപ്പ് കൂടും. ഓട്സിനൊരു വഴുവഴുപ്പില്ലേ. നല്ല മണമുണ്ട് നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ. പിന്നെ ഇതിൽ സോഡാപ്പൊടി ചേർത്തത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ എന്നാലും ഞാൻ ഇത് ആവി കയറ്റാന്നുള്ളൊരു മൈൻഡും കൂടി ഉണ്ടായിരുന്നല്ലോ എനിക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സോഡാപ്പൊടി ഒഴിവാക്കാം കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് എന്താ ഹോൾ തന്നെ നോക്കിയേ. നല്ല രസമുണ്ട്. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, കളർ മാറണ്ടാന്ന് വിചാരിച്ചിട്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, സൂപ്പർ, കണ്ട രസമുണ്ട്. കൊള്ളാം. നോക്കിയാണ്ടോ? ഈ കളറായാൽ മതി. ഇപ്പം സിമ്മിൽ തന്നെ ഇട്ടാൽ മതി, ഒട്ടും തീ കൂട്ടണ്ട. നമുക്ക് ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. ഉറങ്ങി എണീറ്റാ? ഓ, പാല് വേണോ? ചായ കുടിക്കണോ? പാല് വേണോ? എന്ത് വേണം? അമ്മ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നാ പാല് കുടിക്കാം. ചായയും നമ്മുടെ പാൻ കേക്കും. മാളു
ട്യൂഷനുമായിട്ട് വന്നിട്ടില്ല. അതിനുള്ളതും ചേട്ടനുള്ളതും ചോട്ടൂനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ചായ കുടിച്ചു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ബൈ. ചോട്ട് എണീറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.